മരുന്നില്ലാതെ എങ്ങനെ ഈ ഹൈ ട്രൈഗ്ലിസറൈഡ് ലെവൽ നമുക്ക് കുറച്ച് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു 300 ഒക്കെ എത്തിയിട്ടുള്ള ട്രൈഗ്ലിസറൈഡ് ലെവൽ നമുക്ക് എങ്ങനെ ഒരു ലോ ലെവലിലേക്ക് കൊണ്ടുവരാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ഡോക്ടർ ഡയറ്റിലെ മെഡിക്കൽ ഓഫീസറാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യൻ്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് 4 to 12 kg കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ്. അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം, അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ്. ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരുവിധം അസുഖങ്ങൾ ലൈക്ക് മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരുന്നതിൻ്റെ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇംപ്രോപ്പർ ഡയറ്റും ഇംപ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസുമാണ്. ഇപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് സ്റ്റോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റോർഡ് ഫോം ഓഫ് ഫാറ്റിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഒരു കലോറി ഏറിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അതിൻ്റെ അകത്ത് ഷുഗർ അത്യാവശ്യം കൂടുതലാണ്. അപ്പോൾ കഴിച്ച ആ ഷുഗറിനെ അമിതമായി കാണുമ്പം നമ്മുടെ ശരീരം തന്നെ അതിനെ കൊഴുപ്പാക്കി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ കൺവേർട്ടഡ് ഫോം ഓഫ് ഫാറ്റിനെയാണ് നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഒരു നോർമൽ വാല്യൂസ് ഒക്കെ ഈ ട്രൈഗ്ലിസറൈഡ്സിന് പല മെഡിക്കൽ സ്റ്റഡീസിലും കൊടുത്തിട്ടുണ്ട്. ഒന്നാമതായിട്ട് നോർമൽ വാല്യൂസ് നോക്കുമ്പോൾ 150 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് നോർമൽ റേഞ്ചസ് കാണിക്കുന്നത്. അപ്പോൾ 150 ടു ഒരു 200 റേഞ്ചസിലാണെങ്കിൽ, അല്ലെങ്കിൽ 150 ടു ഒരു 250 റേഞ്ചസിലാണ് നെക്സ്റ്റ് ലെവൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു ബോർഡർ ലൈൻ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയാവുന്നതാണ്. എന്നാൽ ഒരു 250 ടു 500 എബോവ് ആണ് നിങ്ങളുടെ ട്രൈഗ്ലിസറൈഡ് ലെവൽ എന്ന് പറയുന്നത്. അത് ഒരു ഹൈ ട്രൈഗ്ലിസറൈഡ് ലെവൽ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോർമൽ റേഞ്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് ശരീരത്തിൽ എങ്ങനെ കൂടുന്നു? നിങ്ങൾ ഒട്ടും വ്യായാമം ചെയ്യുന്നില്ല, കൂടുതലായിട്ടും പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, ഒട്ടും കൺട്രോൾഡ് അല്ലാത്തൊരു ഡയറ്റ്, അല്ലെങ്കിൽ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നില്ല, കൂടുതൽ ടെൻഷൻ അടിക്കുന്ന ആളുകൾ, സ്ട്രെസ് ഉള്ള ആളുകൾ, ഉറക്കം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരം ഫാക്ടേഴ്സ് ആണ് ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ അമിതമായിട്ട് കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നു. കൊഴുപ്പ് മീൻസ് കൂടുതൽ ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സിറപ്പ്, ഫ്ലേവേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള പിസ്സ, ബർഗർ, അതേപോലെ തന്നെ കൂടുതൽ ഓയിലി കണ്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഷുഗറി റിച്ച് ആയിട്ടുള്ള ബേക്കറി ഐറ്റംസ്, കേക്ക്, പേസ്ട്രീസ്, ബിസ്ക്കറ്റ്സ്, ഐസ്ക്രീംസ്, നമ്മൾ ഡെയിലി ബേസിസിൽ ഇത്തരം ഫുഡ് ഐറ്റംസ് കൺസ്യൂം ചെയ്യുകയാണെങ്കിലും ഈ ട്രൈഗ്ലിസറൈഡ് ലെവൽ ഷൂട്ട് ചെയ്യാനുള്ളൊരു ചാൻസസ് വളരെ കൂടുതലാണ്. ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ്സ് ഹൈ ആവുമ്പം അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നാമതായിട്ട് ഈ ട്രൈഗ്ലിസറൈഡ്സ് ഹൈ ആവുമ്പം അത് നമ്മുടെ രക്തക്കുഴലിലൊക്കെ കൂടുതലായിട്ട് പോയി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് സർക്കുലേഷൻസ് ബ്ലോക്ക് ആക്കുന്നു. അതിപ്പോൾ ഓരോ ഓർഗൻസിലേക്കുള്ള സർക്കുലേഷൻസ് ബ്ലോക്ക് ആവുകയും ആ ഓരോ ഓർഗൻസിന്റെ ഫങ്ഷനിങ് റെഡ്യൂസ്ഡ് ആവുകയും ഓർഗൻ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നു. ലൈക്ക് നിങ്ങളിപ്പോൾ ഹൃദയത്തിന്റെ ആ ഒരു വെസൽസ് ലൈക്ക് കൊറോണറി ആർട്ടറിയിലൊക്കെ ബ്ലോക്കേജ് വരികയും അത് നമുക്ക് ഹൃദയത്തിന്റെ ഇടിപ്പ് കൂട്ടുകയും ഹൃദയാഘാതത്തിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സ്ട്രോക്കിന്റെ ബുദ്ധിമുട്ടുകൾ, ഹാർട്ട് അറ്റാക്കിന്റെ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ സെയിം മെക്കാനിസം തന്നെയാണ് ഡയബറ്റിസ് എന്ന കംപ്ലയിൻസ്. ഈ അമിതമായിട്ടുള്ള ഫാറ്റ് ശരീരത്തിന് ചുറ്റും അടിഞ്ഞുകൂടുകയും അല്ലെങ്കിൽ ഓർഗൻസിന് ചുറ്റും അടിഞ്ഞുകൂടുമ്പം ആ ഓർഗൻസിന്റെ ആ ഒരു ഫങ്ഷനിങ് ലെസ് ആവുകയും അതിന്റെ ഹോർമോൺ പ്രവർത്തനമൊക്കെ ഇംബാലൻസ് വരികയും അങ്ങനെ നമുക്ക് ആ ഓർഗൻ ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡയബറ്റിസ് വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് ആണ്. അതായത് ഈ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ ഇൻസുലിൻ അവിടെ ആബ്സെന്റ് ആവുന്നു, അല്ലെങ്കിൽ ഇൻസുലിൻ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതെന്തുകൊണ്ടാ? അത് ഈ അമിതമായിട്ടുള്ള കൊഴുപ്പ് ആ ഒരു പാൻക്രിയാസ് ഗ്രന്ഥിക്കൊക്കെ അടിഞ്ഞുകൂടുകയും അതിന് കൃത്യമായിട്ട് ഇൻസുലിൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെയാണ് ഫാറ്റി ലിവർ എന്ന കംപ്ലയിൻസും. അതായത് നമ്മൾ കൂടുതൽ മദ്യപിക്കുന്ന ആളുകൾ, കൂടുതൽ പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഉണ്ട്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ ഈ ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കൂടുമ്പോൾ അതിൻ്റെ ആ ഒരു മെറ്റബോളിസം അല്ലെങ്കിൽ അതിൻ്റെ ഡീടോക്സിഫിക്കേഷൻ പ്രോപ്പർട്ടീസ് എല്ലാം റെഡ്യൂസ്ഡ് ആവുകയും അതൊരു ഓർഗൻ ഫെയിലിയറിലേക്ക് പോകുന്നു, സിറോട്ടിക് സ്റ്റേജിലോട്ട് പോകുന്നു. ഇനിയിപ്പോൾ സ്ത്രീകളുടെ കേസ് നോക്കുവാണെങ്കിൽ PCOD എന്ന കണ്ടീഷൻസ്, മെൻസസിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റി, അത് കാരണം നമുക്ക് വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഹെയർ ഫോളിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു, കൂടുതൽ ഹെയർ ഗ്രോത്ത്, അതായത് അൺനെസസറി പാർട്സ് അല്ലെങ്കിൽ ആക്സസറി പാർട്സിലൊക്കെ കൂടുതലായിട്ടും
ഹെയർ ഗ്രോത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, സ്കിന്നിൽ കളർ ചേഞ്ചസ്, അതായത് അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് പോലത്തെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡിസ്കളറേഷൻസ് രൂപപ്പെടാവുന്നതാണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നു, വിശപ്പ് കൂടി വരുന്നു, ദാഹം കൂടി വരുന്നു. അതൊക്കെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ PCODന്റെ മെയിൻ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന കണ്ടീഷൻസ്. യൂട്രൈൻ ഫൈബ്രോയിഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സസ് ആയിട്ടുള്ള ഫാറ്റ് അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള കലോറീസ് ഈ പറഞ്ഞിട്ടുള്ള ഓരോ ഗ്രോത്ത് ആക്കിയിട്ട് നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യും. അത് നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഓരോ ഓർഗൻസിനെയും ഈ ഒരു ട്രൈഗ്ലിസറൈഡ്സ് ഡാമേജ് ആക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആ ഒരു ലെവൽ, നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഏകദേശം ഒരു 150 ബിലോ എന്നുള്ള രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരു അസുഖം ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളുകളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയർ കൂടുമ്പോഴെങ്കിലും ഇത്തരം ലിപ്പിഡ് പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. എന്നാൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, ലൈക്ക് ഫാറ്റി ലിവറോ ഡയബറ്റിസ് കംപ്ലയിൻസോ ഉണ്ടെങ്കിൽ എവറി 3 മന്ത് അല്ലെങ്കിൽ എവറി 6 മന്ത് കൂടുമ്പം ജസ്റ്റ് ഒരു ബ്ലഡ് ചെക്കപ്സ് നടക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു അബ്ഡോമിനൽ സ്കാനിങ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഫാറ്റി ലിവർ കംപ്ലയിൻസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിസ്റ്റിക് ചേഞ്ചസ് ഒക്കെ ഉണ്ടോ എന്ന് ആ ഒരു സ്കാനിങ്ങിലൂടെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ട്രൈഗ്ലിസറൈഡ് ലെവൽസിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം, എങ്ങനെ നമുക്കത് കുറച്ചു കൊണ്ടുവരാം? പലർക്കുള്ള ഒരു മിഥ്യാധാരണയാണ് ഈ കൂടുതൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ബേക്കറി ഐറ്റംസ് ഒക്കെ കഴിച്ചതുകൊണ്ടാണ് എനിക്ക് ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ലെവൽ കൂടുന്നത്. എന്നാൽ അത് മാത്രമല്ല, നിങ്ങൾ ഷുഗർ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം, ചോറ് നിങ്ങൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ടോ, 2-3 നേരമൊക്കെ നിങ്ങൾ ഈ ഒരു വൈറ്റ് റൈസ് ഒക്കെ കൺസ്യൂം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു ട്രൈഗ്ലിസറൈഡ് ലെവൽ ഷൂട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഷുഗറിന്റെ ഇൻടേക്ക് മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഡെയിലി നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഷുഗറിന്റെ ഇൻടേക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 25 to 30 ഗ്രാംസ് ആണ് നമ്മൾ ഡെയിലി കഴിക്കേണ്ട ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അതിൽ കൂടുതലാവുമ്പോഴാണ്, അല്ലെങ്കിൽ അതിന്റെ കലോറി കൂടുമ്പോഴാണ് അത് ഫാറ്റ് ആക്കി സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഷുഗറിന്റെ ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ സാൾട്ടിന്റെ ഇൻടേക്ക് ആയാലും ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം. ഡെയിലി ഒരു 2.5 to 5 ഗ്രാംസ് ഒക്കെയാണ് നമ്മൾ ഡെയിലി റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സാൾട്ട് ഇൻടേക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഈ പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ട്രാൻസ് ഫാറ്റ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, ഈ കൂടുതൽ റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, റിഫൈൻഡ് ഓയിൽസ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, കേക്ക്, പേസ്ട്രീസ്, ഐസ്ക്രീംസ്, ബർഗർ, പിസ്സ, അങ്ങനത്തെ കൂടുതൽ നമ്മൾ ക്രേവിങ്സ് കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ മാക്സിമം ഒന്ന് കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത്യാവശ്യം പച്ചക്കറികളും ഫ്രൂട്ട്സ് നിങ്ങൾ കഴിച്ചോളൂ, യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇലക്കറികൾ നല്ലപോലെ കഴിക്കുക. ഫൈബേഴ്സ് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഈ കൊഴുപ്പിനെല്ലാം ഒന്ന് ഡിസോൾവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഫൈബേഴ്സ് ചെയ്യുന്നത്. അപ്പൊ ആ ഫൈബർ ഏറിയ പച്ചക്കറികൾ, ചീരയോ മുരിങ്ങയിലോ തഴുതാമയോ അതേപോലെ തന്നെ മത്തൻ്റെ ഇലയൊക്കെ ജസ്റ്റ് ഒരു തോരനാക്കിയിട്ടോ അല്ലെങ്കിൽ കറിയാക്കിയിട്ടോ നിങ്ങൾ ഡെയിലി ബേസിസിൽ കഴിക്കൂ. അയൺ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ്, ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്യുന്നു, ബവൽ മൂവ്മെന്റ്സ് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും അതും ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിൽ വെജിറ്റബിൾസ് അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് ആണ് കഴിക്കേണ്ടത്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ഭക്ഷണം കഴിച്ചു അത് എത്ര വേഗത്തിലാണോ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിനെ ഡിസോൾവ് ചെയ്യുന്നത്, അതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പം ഗ്ലൈസെമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ ആപ്പിള്, ഓറഞ്ച്, മൊസംബി, അവക്കാഡോ, കിവി, പൈനാപ്പിള്, പപ്പായ, അതേപോലെ തന്നെ മൊസംബി, ആംല, ഇതൊക്കെ അത്യാവശ്യം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഫൈബർ കണ്ടന്റ് ശരീരത്തിൽ എൻ്റർ ആവും, പ്രോട്ടീൻസ് എൻ്റർ ആവുന്നതാണ്, അത്യാവശ്യം വൈറ്റമിൻസ് നിങ്ങളുടെ ശരീരത്തിൽ എൻ്റർ ആവുന്നതാണ്. ഇനി നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ട ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ മാംഗോ, ജാക്ക് ഫ്രൂട്ട്, അതേപോലെ തന്നെ പൈനാപ്പിള്, ഗ്രേപ്സ്, ചിക്കു, ഇതൊക്കെ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം ഗ്ലൈസിമിക് ഇൻഡെക്സ് അത്യാവശ്യം കൂടുതലാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂസ് നോക്കുമ്പോൾ ഒരു ലോ ലെവൽ ഗ്ലൈസിമിക് ഇൻഡെക്സിന്റെ വാല്യൂ നോക്കുമ്പോൾ ഒരു 40 to 45 റേഞ്ചസ് ആണ് ലോ ലെവൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു മോഡറേറ്റ് അല്ലെങ്കിൽ മീഡിയം ലെവൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒരു 50 to 55 റേഞ്ചസിലാണ്. എന്നാൽ ഒരു ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് വാല്യൂ നോക്കുമ്പോൾ ഒരു 55 to 60, 70 എബവ് ഒക്കെയാണ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, അതേപോലെ തന്നെ ചിക്കു, ഗ്രേപ്സിലൊക്കെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. ഒരു ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്, ഒരു 70 എബവ് ആണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത്. അപ്പൊ അത്തരം കേസസിൽ നമ്മൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഡയബറ്റിസ് രോഗികൾക്കൊക്കെ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ഈ നേന്ത്രപ്പഴമൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കാം, അതിലും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. ഏതിലാണ്? കൂടുതൽ റൈപ്പൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ മധുരമേറിയിട്ടുള്ള പഴുത്തേറിയ ഒരു നേന്ത്രപ്പഴത്തിലൊക്കെയാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അൺറൈപ്പൻഡ് ആയിട്ടുള്ള അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്.
അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇടനേരങ്ങളിൽ നട്ട്സ് ഒക്കെ കഴിക്കാവുന്നതാണ്. ധാരാളം ഫൈബേഴ്സും പ്രോട്ടീൻസും നല്ല ഇനം കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാഷ്യൂ, ബദാം, വാൽനട്ട്, പിസ്തയൊക്കെ ഒരു കമ്പൈൻഡ് ഫോമിലോ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു ഒന്നോ രണ്ടെണ്ണോ വെച്ചെന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെയിലി ബേസിസിൽ ഒരു 11 മണിക്കോ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോടൊപ്പം കഴിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളെ വൈറ്റമിൻ ഡി ലെവൽ കൃത്യമായിട്ടാണോ അല്ലെങ്കിൽ അത് ലോ ആണോ അല്ലെങ്കിൽ വളരെ ഡെഫിഷ്യൻ്റ് ആണോ എന്ന് അതിലൂടെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം വൈറ്റമിൻ ഡി എന്ന് പറയുമ്പോൾ ശരീരത്തിലെ എല്ലാ മെറ്റബോളിസവും കൺട്രോൾ ചെയ്യുന്നത് വൈറ്റമിൻ ഡി ആണ്. ഒരു ബിലോ 20 അല്ലെങ്കിൽ ഒരു ബിലോ 15 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ കീഴിൽ സപ്ലിമെന്റ്സ് സ്വീകരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഭക്ഷണ രീതികളും കൃത്യമായിട്ട് അതിന്റെ ആ ഒരു മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാവുന്നതാണ്. ഒരു 30 മുതൽ 40 മിനിറ്റ് വരെ ഡെയിലി നിങ്ങളെ വർക്കൗട്ടിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുക. അല്ലെങ്കിൽ വൈകിട്ടും അല്ലെങ്കിൽ ഈ ഒരു മോർണിംഗ് ടൈമിങ്ങിലൊക്കെ വർക്കൗട്ട് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സസൈസ്, കാർഡിയാക് എക്സസൈസ്, എയറോബിക് എക്സസൈസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉറക്കത്തിന്റെ ലെവൽ ഒരു 6 മണിക്കൂർ മുതൽ 7 മണിക്കൂർ വരെ കൃത്യമായിട്ടുള്ള ഒരു സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രോപ്പർ ടൈമിംഗ് തന്നെ ആ ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഉറക്കത്തിന്റെ ഒരു 3 മണിക്കൂർ മുന്നേ ആയിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. ഇന്ന് പലരും ഫോളോ ചെയ്യുന്നത് ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് പകരം നൈറ്റ് ടൈമിൽ കൂടുതൽ കഴിക്കുന്ന ടെൻഡൻസിയാണ്. നമുക്കറിയാം, നമുക്ക് ചുറ്റുമുള്ള റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓപ്പൺ ആവുന്നത് നൈറ്റ് ടൈം അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിലായിരിക്കും റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓപ്പൺ ആവുന്നത്. അത് കൂടുതൽ നമ്മളെ ഡേഞ്ചറസ് ആക്കുന്ന അല്ലെങ്കിൽ ഒരു അൺഹെൽത്തി സ്റ്റേജിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്ലീപ്പിന്റെ ഒരു 3 മണിക്കൂർ മുന്നേ ഒരു ലൈറ്റ് ഫുഡാണ് നൈറ്റിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ കൂടുതൽ കലോറി ഏറിയ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ നൈറ്റിൽ കഴിക്കുമ്പം ഈ ഓർഗൻസിനെല്ലാം കൂടുതൽ പണിയെടുക്കേണ്ടി വരും. കാരണം നമ്മൾ ഉറങ്ങുന്ന പീരീഡ് എന്ന് പറയുമ്പം ഓർഗൻസ് എല്ലാം അതിൻ്റെ ആ ഒരു മെറ്റബോളിസം എല്ലാം വളരെ സ്ലോ ആയിട്ട് അതിൻ്റെ ഫംഗ്ഷനിങ് എല്ലാം വളരെ ലോ എന്നുള്ള രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. നമ്മൾ കൂടുതലായിട്ടും ഈ ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വർക്ക് അല്ലെങ്കിൽ അതിൻ്റെ എനർജി ലെവല് കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വെള്ളത്തിന്റെ അളവ് നോക്കുമ്പോൾ ഒരു 3 ലിറ്റർ മുതൽ ഒരു 4 ലിറ്റർ വരെ ഡെയിലി ബേസിസിൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരുവിധം അസുഖങ്ങൾ ലൈക്ക് ഫാറ്റി ലിവർ, ഡയബറ്റിസ്, റീനൽ കംപ്ലയിൻസ്, അതേപോലെ തന്നെ ജോയിന്റ് കംപ്ലയിൻസ് ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്യാവുന്നതാണ്. സോ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഡയറ്റും ഉറക്കവും അതേപോലെ തന്നെ എക്സസൈസും കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒരു 1 മന്ത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കിക്കേ. നമുക്കൊരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്